ഇതൊക്കെ കഷ്ടപ്പെടാൻ ഞങ്ങൾ അത്രയ്ക്ക് ചെറുപ്പം കഷ്ടപ്പെട്ടു. ഇനി ആരെങ്കിലും നല്ലവര് ഭരിക്കുന്നു, ആരായാലും നല്ലത് വരണം. എന്നുവെച്ചാൽ നമുക്കൊക്കെ പാവങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്ന ആരെങ്കിലും വരണം, ആരായാലും. അതിനായിട്ട് വരാൻ സാധ്യത ഉള്ളത് രാജേഷ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എന്റെ ഒരു കണക്കൂട്ടുള്ളതാണ്. പേർക്കൊന്നും സ്വപ്പം ഒരു വ്യത്യാസങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഭരണ കാഴ്ചവെച്ച് ഇതായിരുന്നാലും നോക്കാമല്ലോ. IPS ആയി കഴിഞ്ഞാലുള്ള ഉപയോഗം നമ്മൾ ഇരുന്ന് നമ്മളെ പാവങ്ങൾ ആരെങ്കിലും ചെന്നൊരു കാര്യം പറഞ്ഞാൽ അവര് അംഗീകരിക്കൂല. പക്ഷെ രാജേഷ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല രീതിയിൽ പോകുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടല്. പാവങ്ങളുടെ കാര്യം കേൾക്കാനുള്ള താല്പര്യമുണ്ട് എങ്കിലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ആരായിരിക്കും BJP മേയർ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ഇങ്ങോട്ട് 3 പേരുകളാണ് പ്രധാനമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. VV രാജേഷ, കരമന അജിത്, അതേപോലെ തന്നെ R ശ്രീലേഖ. ഇവർ 3 പേരിൽ ആര് എന്നുള്ള ചോദ്യം അത് എങ്ങനെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുന്നോട്ടുള്ള ഭരണത്തിൽ എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ, ആവശ്യങ്ങൾ എന്നത് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ? നിലവിലുള്ള ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഒന്നും പറയാനില്ല. ഇപ്പൊ ഇതൊക്കെ കഷ്ടപ്പെടാൻ ഞങ്ങൾ അത്രയ്ക്ക് ചെറുപ്പം കഷ്ടപ്പെട്ടു. ഇനി ആരെങ്കിലും നല്ലവര് ഭരിക്കുന്നു, ആരായാലും നല്ലത് വരണം. എന്നുവെച്ചാൽ നമുക്കൊക്കെ പാവങ്ങളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുന്ന ആരെങ്കിലും വരണം, ആരായാലും. ആരാവാനാ അമ്മ സാധ്യത? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ, അത് പറയാൻ എനിക്കറിയാം. ആരായാലും നല്ലത് ചെയ്യണവരായിരിക്കണം ഭരണവും. നിലവിലുണ്ടായിരുന്ന ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? അത് എന്നെ ആരെയും അടിയത് ഇപ്പൊ നമുക്കൊന്നും പറയാറായിട്ടില്ല. ഇനിയിപ്പോ ഒരു ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥിയുടെ ഇതും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ കഴിഞ്ഞ് വരുമ്പോഴേ അത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ കൃത്യമായിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റില്ല. ഇപ്പൊ 50 കൗൺസിലർമാരാണ് BJP യെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പം അതിലുള്ള പ്രധാനികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റ് എന്ന് പറയുന്ന 3 പേരുടെ പേരാണ് കരമന അജിത്ത്, അതുപോലെ തന്നെ R ശ്രീലേഖ, VV രാജേഷ്. ഇവര് 3 പേരിൽ ആരെങ്കിലും ഒരാള് സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിനായിട്ട് വരാൻ സാധ്യത ഉള്ളത് രാജേഷ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എന്റെ ഒരു കണക്കൂട്ടുള്ളതാണ്. പിന്നെ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ ശ്രീലേഖ മാഡത്തിനായിരിക്കാം ചിലപ്പോ അവര് തെരഞ്ഞെടുക്കുന്നത് അവരായിരിക്കാം. പക്ഷെ അത് നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഇലക്ഷനോട് കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ഒരു ഇത് പറയാൻ പറ്റും. ഇപ്പോ ഈ ആരാണെങ്കിലും ഇനി മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അതായത് ഇപ്പോ സാധാരണക്കാരെ സംബന്ധിച്ച് മാറ്റങ്ങൾ വരണം എന്നുള്ളത് തന്നെയാണല്ലോ. വികസനമാണ് BJPയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നു. അപ്പൊ അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കിന്? വന്നിരുന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരും. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജനങ്ങൾ മാറി തന്നെ ചിന്തിക്കും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണത്തിലെ പിശകുകൾ ഉണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടോ? പലർക്കും പല അഭിപ്രായമാണ്. നമുക്കിപ്പം എന്റെ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് കുറച്ചു ഭാഗം നല്ലത് ചെയ്തിട്ടുണ്ട്, കുറച്ചു ഭാഗം മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആര് വന്നിരുന്നാലും നല്ലത് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ എന്നിട്ട് കരമനാജത്തിന്റെ പേരാണ് ഇപ്പൊ പ്രാധാന്യം എടുക്കുന്നത്. രാജേഷ് എന്താണ് പുതിയൊരു പ്രതീക്ഷ പേർക്കൊന്നും സ്വപ്പം ഒരു വ്യത്യാസങ്ങളൊക്കെ വരുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഭരണ കാഴ്ചവെച്ച് ഇതായിരുന്നാലും നോക്കാമല്ലോ. എല്ലാവരും ഭരണമായിരിക്കും. ഇതിനു മുമ്പുള്ള മേയറിന്റെ പ്രവർത്തനങ്ങളൊക്കെ തൃപ്തമായിരുന്നോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ചെറിയൊരു ഇതുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രാജേഷ് അല്ലെങ്കിൽ മറ്റേ IPS ആയി കഴിഞ്ഞാലുള്ള ഉപയോഗം നമ്മൾ ഇരുന്ന് നമ്മളെ പാവങ്ങൾ ആരെങ്കിലും ചെന്നൊരു കാര്യം പറഞ്ഞാൽ അവര് അംഗീകരിക്കൂല. പക്ഷെ രാജേഷ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല രീതിയിൽ പോകുമെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ടല്. പാവങ്ങളുടെ കാര്യം കേൾക്കാനുള്ള താല്പര്യമുണ്ട് എങ്കിലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. മറ്റവർക്ക് പരിചയസമ്പത്തില്ല, പാവങ്ങളുമായിട്ടുള്ള ഒരു രമ്യതയില്ല. ഇതുവരെയുള്ള ഭരണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ പ്രതീക്ഷിക്കണം. പൂർണ്ണമായിട്ട് ഇത് മാറിയ നല്ലത് വരുമെന്നാണ് പ്രതീക്ഷ. ഇനി കണ്ടറിയണം. അത് വളരെ മോശം. പാവങ്ങളെ നമ്മൾ എന്തെങ്കിലും ചെന്ന കാര്യം പറഞ്ഞാൽ കേൾക്കില്ല, ദൂരെ ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞെഴുന്ന് എഴുതിക്കൊണ്ടിരിക്കും.
നമ്മൾ പറയണത് പാവങ്ങളൊന്നും അവര് നമ്മളെന്തെങ്കിലും ഒരു പരാതി ചെറിയ കാര്യമായാലും എന്തായാലും കേൾക്കാനുള്ള താല്പര്യമില്ല. നമ്മൾ കയറി ചെല്ലുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പേന എടുത്ത് എഴുതിക്കൊണ്ടിരിക്കും. രാജേഷ് വന്നാൽ കൊള്ളാം, IPS വന്നാലും ശരിയാവൂല.